ഇന്ന് കർത്താവ് നമുക്കെല്ലാവർക്കുമായി നൽകുന്ന ദൈവവചന സന്ദേശം എങ്ങനെയാണ്? ഐശ്വര്യം വരുന്ന വഴികൾ അടയ്ക്കരുത്. ഐശ്വര്യം വരുന്ന വഴികൾ അടയ്ക്കരുത്. ചിലപ്പോഴൊക്കെയല്ല, പലപ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഐശ്വര്യം വരുന്ന വഴി അങ്ങോട്ട് കൊട്ടിയടയ്ക്കും. ചില വീട്ടുകാർ തങ്ങളുടെ പറമ്പിലൂടെ ആരും ഇങ്ങനെ മുകളിലോ എവിടെയെങ്കിലുമൊക്കെ വീടുണ്ടെങ്കിൽ അവരങ്ങനെ ഞങ്ങളുടെ പറമ്പിൽ കൂടെ നടക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വഴി കൊട്ടിയടയ്ക്കുന്നത് പോലെ. എനിക്കറിയാം, ഈ ദിവ്യകാരുണ്യ സൗഖ്യ ആരാധനയിലുള്ള ഒറ്റ വീട്ടുകാരും അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു അനുഭവങ്ങളും ഇല്ലല്ലോ. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും എന്താണോ, നൂറുകണക്കിന് പേര് എന്നോട് പറയാറുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അത് കേവലം ഒരു വഴി പോട്ടെ. എന്നാൽ ഐശ്വര്യം വരുന്ന വഴികൾ നമ്മളായിട്ട് അടച്ചു കളയരുത്. വചനം പറയുന്നു നോക്ക്. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വചനം. പ്രഭാഷകൻ 2:9. കർത്താവിൻ്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. അപ്പം നമ്മളെ എപ്പോഴും പ്രതീക്ഷിക്കേണ്ടത് ഐശ്വര്യം, അനുഗ്രഹം. വെറും അനുഗ്രഹമല്ല, നിത്യമായ ആനന്ദം ഒപ്പം അനുഗ്രഹം. അതിന് പകരം എങ്ങനെ മറ്റുള്ളവരെ ദ്രോഹിക്കാം, എങ്ങനെ എനിക്ക് കർത്താവ് തരുന്ന ഐശ്വര്യത്തെ അനുഗ്രഹത്തെ ഞാനായിട്ട് അടച്ചങ്ങ് കളയാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ വേറെ ആർക്കും ഒട്ടും എളുപ്പമല്ല. അപ്പോൾ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ഭക്തരെ, ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. അങ്ങനെ പ്രതീക്ഷിച്ചാലോ തീർച്ചയായിട്ടും ഈ ഐശ്വര്യം, നിത്യമായ സമാധാനം, സന്തോഷം, ആനന്ദം അത് കർത്താവ് നമുക്ക് തരും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. ജെറമ്യാ 29:11 മുതൽ. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പോൾ കർത്താവ് യേശു മിശിഹായ്ക്ക് എന്നെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ഒക്കെയുള്ള പദ്ധതി, അത് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്നുള്ളതാണ്. ഐശ്വര്യപൂർണമായ ജീവിതം നമ്മൾ നയിക്കണമെന്നുള്ളതാണ്. നമ്മൾ വീട്ടുമുറ്റത്ത് കിണർ കുത്തുന്നു. എന്തിനു വേണ്ടിയാണ്? വെള്ളം കിട്ടി വെള്ളം കുടിക്കാൻ, അല്ലാതെ അതിൽ ചാകാനല്ല. അതിനു വേണ്ടിയിട്ടല്ല. അപ്പോൾ ഉദ്ദേശം വെള്ളം നല്ലോണം കിട്ടണം, നല്ല വെള്ളം കിട്ടണം, അത് കുടിക്കണം, അങ്ങനെ സമാധാനത്തോടെ ഐശ്വര്യത്തോടെ ജീവിക്കണം. അപ്പം നമ്മളൊക്കെ പറയും, ഓ നല്ല ഐശ്വര്യമുള്ള കിണറായിട്ടൊന്ന്. ഇനി ആരെങ്കിലും അതിൽ ചാടി ആത്മഹത്യ ചെയ്താലോ? ലക്ഷണം കെട്ട കിണറ, ഐശ്വര്യമില്ലാത്ത കിണറ. പ്രിയപ്പെട്ടവരെ, അപ്പം നമുക്ക് നമ്മളെക്കുറിച്ച് കർത്താവിനുള്ള പദ്ധതി അത് നമ്മുടെ നാശത്തിനുള്ളതല്ല. ഒരു കിണർ കുത്തുന്നത് ആ വീടിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് കർത്താവിന് നമ്മളെക്കുറിച്ചുള്ളത്. നല്ല ഭാവി തരാൻ, നല്ല അനുഗ്രഹം തരാൻ. അതിന് നമ്മളെന്താ ചെയ്യണ്ടേ? നമ്മൾ വിളിച്ചപേക്ഷിക്കണം. അതാണ് പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ്
വചനം അവസാനം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പം തുടക്കത്തിലെ തന്നെ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഐശ്വര്യം പ്രതീക്ഷിക്കണം. ഐശ്വര്യം പ്രതീക്ഷിക്കണം, ഐശ്വര്യം ആഗ്രഹിക്കണം. അത് ചെയ്യാൻ പറ്റില്ല ചേച്ചി. എനിക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകും, ഐശ്വര്യം വേണം, അനുഗ്രഹം വേണമെന്ന് ആഗ്രഹിക്കണം, പ്രതീക്ഷിക്കണം. 2, ദൈവമാണ് ഈ ഐശ്വര്യം മുഴുവൻ തരുന്നത് എന്ന് വിശ്വസിക്കണം. അല്ലാതെ ഞാൻ പരിശ്രമിച്ചാൽ, എൻ്റെ അധ്വാനം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട് എന്നല്ല, ദൈവമാണ് ഈ അനുഗ്രഹങ്ങൾ, ഐശ്വര്യങ്ങൾ മുഴുവൻ തരുന്നത് എന്ന് വിശ്വസിക്കണം. അപ്പം തുടക്കം തന്നെ ഇങ്ങനെ 2 കാര്യമാണ്. തുടക്കം തന്നെ ഇങ്ങനെ 2 കാര്യം. ഒന്ന്, ഐശ്വര്യം പ്രതീക്ഷിക്കണം. ഐശ്വര്യം എന്ന് പഴയ നിയമത്തിലും പുതിയ നിയമത്തിൽ അതിനെ പറയുന്ന വാക്ക് അനുഗ്രഹം എന്നാണ്. അപ്പോൾ ഐശ്വര്യം അഥവാ അനുഗ്രഹം നമ്മൾ പ്രതീക്ഷിക്കണം. എന്നിട്ട് ഈ ഐശ്വര്യം തരുന്നത് ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇനി ഇതിൻ്റെ പ്രത്യേകത, നിങ്ങളുടെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും എന്നാണ് വചനം പറയുന്നത്. അതായത് പ്രിയപ്പെട്ടവരെ, കർത്താവ് തരുന്ന ഐശ്വര്യം നിലനിൽക്കുന്ന ഐശ്വര്യമാണ്, അനുഗ്രഹമാണ്. ഇനി എപ്പോഴെങ്കിലും അത് കൈമോശം വന്നു പോയെന്ന് വിചാരിക്കുക, പുനഃസ്ഥാപിക്കും, വീണ്ടും തിരിച്ചു തരും. അതാണ് കർത്താവ് തരുന്ന ഐശ്വര്യം. ഒന്നാമത്തിൽ പോവില്ല, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടേ വായിലിരിപ്പ് കൊണ്ടേ ഒക്കെ പോവുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മുടെ സ്വഭാവം കാരണം ചിലപ്പം ഈശോ തന്ന അനുഗ്രഹ ഐശ്വര്യം പോകാം. എന്നാലും ഒരിക്കൽ നഷ്ടപ്പെട്ടാലും കർത്താവ് അത് തിരിച്ചു തരും. ഉറക്കെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പത്രോസ്ലിഹായുടെ കാര്യത്തിൽ കാണുന്നുണ്ട്. പത്രോസിന് നല്ല അനുഗ്രഹം കർത്താവ് ഈശോ കൊടുത്തു, ഈശോയുടെ ശിഷ്യനാകാൻ, ഈ എല്ലാവരെയും നേതാവാകാനും ഒക്കെ. എന്നാലും പത്രോസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് പത്രോസ്ലിഹ അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. പക്ഷേ പത്രോസിന് ഈശോ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും പുനഃസ്ഥാപിച്ചു കൊടുത്തു. ആ പുലർക്കാല വേളയിൽ തിബേരിയസ് കടൽ തീരത്ത് വെച്ച്. അതാണ്, ഒരിക്കൽ കർത്താവ് ഐശ്വര്യം തന്നാലും പിന്നെ നമ്മളത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നഷ്ടപ്പെടാനിടയായാലും ഈശോ അത് പുനഃസ്ഥാപിക്കും. ദാവീദിന് കർത്താവ് വാരിക്കോരിയാണ് ഐശ്വര്യം കൊടുത്തത്. എന്നാൽ 6-ാം പ്രമാണ ലംഘനം, 5-ാം പ്രമാണ ലംഘനത്തിലൂടെ ആ ഐശ്വര്യങ്ങളൊക്കെ ദാവീദ് കെടുത്തിക്കളഞ്ഞു. അപ്പോൾ ദാവീദിനെ നോക്കി ദൈവം പറഞ്ഞില്ല, ദുഷ്ട, ഞാൻ ഇതുപോലെയൊക്കെ നിന്നെ അനുഗ്രഹിച്ചിട്ട് നീ ഇതുപോലെയൊക്കെ ചെയ്തില്ലേ, ഇനി നീ നശിച്ചു പോ എന്നല്ല പറഞ്ഞത്. നഷ്ടപ്പെട്ട എല്ലാ ഐശ്വര്യവും ദാവീദിന് ദൈവം തിരിച്ചു കൊടുത്തു. അവസാനം ദാവീദിനെക്കുറിച്ച് ദൈവം പറഞ്ഞു, ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ മനസ്സിന് ഇണങ്ങിയ മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് പ്രിയപ്പെട്ട ഈ ജെറമ്യ 29 അധ്യായം 13-ാം വചനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. അപ്പം ഇന്ന് ചിലപ്പോൾ വല്ലാതെ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. എന്നാൽ അവരുടെയൊക്കെ കുറേയധികം വർഷം മുന്നേ, അവർ മുന്നത്തെ തലമുറയോ അതിന് മുന്നത്തെ തലമുറയോ അല്ലെങ്കിൽ ഒരു 10-15 കൊല്ലം മുന്നത്തെ കാര്യമൊക്കെ നോക്കിയാൽ സമ്പന്നതയുടെ ഔന്നത്യത്തിൽ ഉന്നത ശൃംഖങ്ങളിലൊക്കെ ജീവിച്ചവരാണ്. എല്ലാ തരത്തിലുള്ള സമ്പന്നതയിലും ജീവിച്ചവരാണ്. പക്ഷേ ഇന്ന് തകർന്നടിഞ്ഞ് നല്ലൊരു വീട് പോലുമില്ല, ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ലാത്ത വിധത്തിൽ വിഷമിക്കുന്നവർ. എന്നാ പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ചോ ഒരു കാര്യം, അങ്ങനെ ഉണ്ടായിരുന്ന സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ഇന്ന് ദുരിതത്തിലൂടെ കഷ്ടപ്പാടിലൂടെ പോകുന്ന പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് നമുക്കായി തരുന്ന സന്ദേശമാണിന്ന്. ആ നഷ്ടപ്പെട്ട ഐശ്വര്യം മുഴുവൻ കർത്താവ് പുനഃസ്ഥാപിക്കും. വലതുകരം ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് ഈ വചനത്തിൽ പറഞ്ഞ്, ഞാൻ നിങ്ങളുടെ ഐശ്വര്യം
പുനഃസ്ഥാപിക്കും. എന്നിട്ട് അതിനോട് കൂട്ടിച്ചേർത്തൊരു വചനം കൂടെ പറയാം. അപ്പോഴാണ് അത് നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കുക. സുഭാഷിതങ്ങൾ 8-18 സുഭാഷിതങ്ങൾ 8-18 അത് പറയുന്നത് എങ്ങനെയാണ്? സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. എന്തോരം ശക്തമായ വചനമാണ് നോക്കുക. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ കർത്താവ് വെറുതെ അല്ല പറയുന്നത് ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന്. ഒരാൾ പറയുകയാണ്, ഞാൻ നിനക്ക് 50 ലക്ഷം രൂപ തരാം, നീ എങ്ങനെയെങ്കിലും ഈ ബുദ്ധിമുട്ടിൽ നിന്നൊക്കെ രക്ഷപ്പെടുക. അങ്ങനെ ആത്മാർത്ഥയോടെ ഒരാൾ പറയണമെങ്കിൽ അത്രയും കാശ് അതിൽ കൂടുതൽ അയാളുടെ കയ്യിലുണ്ടായിരിക്കണം, ഇല്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിൻ്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. എന്തേ കാരണം? സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് അറിയാം, ഒത്തിരിയേറെ മക്കൾ ഇന്ന് സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കത്തിലൂടെ പോകുന്നു. എന്നാൽ അവരെയൊക്കെ ഒരു 20 കൊല്ലം മുന്നേ, 25 കൊല്ലം മുന്നേ, അല്ലെങ്കിൽ ഒരു 50 കൊല്ലം മുന്നേ, 50 ഒന്നും വേണ്ട, 10-25 കൊല്ലം മുൻപൊക്കെ എന്തുമാത്രം സമ്പന്നതയിൽ, എന്തുമാത്രം സാമ്പത്തികമായി വെൽ ടു ഡു ആയിരുന്ന കുടുംബങ്ങളാണ് ഇന്ന് വല്ലാതെ ഞെരുക്കത്തിലൂടെ കടന്നു പോകും. അവരോടാണ് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് കർത്താവ് പറയുന്നത്, നഷ്ടപ്പെട്ട ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിച്ചു തരും. കാരണം എൻ്റെ കയ്യിൽ അതിനുള്ള സമ്പത്തുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാനത് പുനഃസ്ഥാപിച്ചു തരും. ചിലപ്പോൾ നല്ലൊരു വീട്ടിൽ, ഗംഭീരമായ വീട്ടിലൊക്കെ താമസിച്ചവർ ഇന്ന് ചിലപ്പോൾ വാടക വീടുകളിൽ താമസിക്കുന്നു. അത്രയും അങ്ങോട്ട് ക്ഷീണിച്ചു പോയി. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല അങ്ങനെ ജീവിക്കുന്നത്, സംഭവിച്ചു പോവുക. കർത്താവ് പറയുന്നു, നഷ്ടപ്പെട്ട ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിച്ചു തരും. വീട് നഷ്ടപ്പെട്ടെങ്കിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ല വീട് പണിയാനുള്ള അവസരം, ഐശ്വര്യം, അനുഗ്രഹം ഞാൻ നിനക്ക് തരും. ഇത് കർത്താവിൻ്റെ വാക്കാണ്, അതുകൊണ്ട് അത് സംഭവിക്കും. ഒത്തിരിയേറെ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ ജോലികൾ നഷ്ടപ്പെടുന്നുണ്ട്, ഒത്തിരിയേറെ പേർക്ക്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവരെ ഉറപ്പിച്ചോ, നഷ്ടപ്പെട്ട ജോലിയേക്കാൾ നല്ല ജോലി കർത്താവ് തന്ന് ആ അനുഗ്രഹം, ഐശ്വര്യം പുനഃസ്ഥാപിക്കും. വലതുകൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ ഉള്ള 2 കാര്യങ്ങളുണ്ട് കേട്ടോ. അത്രയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് ഇത്രയൊക്കെ പറഞ്ഞു തന്നു. ഇനി അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഞാൻ വചനത്തിൻ്റെ അതേ വാക്ക് തന്നെ പറയുന്നതുകൊണ്ടാണ് ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണോ എന്ന്. ആത്മാവ് നല്ല സമ്പന്നമാണോ എന്ന്. ആത്മാവ് സമ്പന്നമാണെങ്കിൽ ശരീരവും സമ്പന്നമാകും. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണോ എന്ന് നമ്മൾ നോക്കണം. അത് ആദ്യം ആ വചനം അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വാക്ക് പറയുന്നത് അതെന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. യോഹന്നാൻ സ്ലേഹ എഴുതിയ 3-ാം ലേഖനം 1-ാം അധ്യായം 2-ാം വചനം. 3 യോഹന്നാൻ 1-ാം അധ്യായം 2-ാം വചനം. വചനം പറയുന്നത് എങ്ങനെയാണ്? വാത്സല്യഭാജനമേ, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ 2 നിബന്ധനകളിൽ ഈ ഐശ്വര്യം, നഷ്ടപ്പെട്ട ഐശ്വര്യങ്ങളൊക്കെ നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടാൻ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണോ എന്ന് നോക്കണം. ഒന്നുകൂടെ വായിക്കാം. വാത്സല്യഭാജനമേ, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും
ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവ് ഏത് സ്ഥിതിയിലാണ് ഇപ്പം ആയിരിക്കുന്നത്, ഇത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൗതിക ജീവിതത്തെയും അങ്ങനെ തന്നെ ബാധിക്കും. നമ്മുടെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ ആത്മാവ് നല്ലോണം നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് തടിച്ച് കൊഴുത്ത് നമ്മൾ പറയില്ലേ നല്ല ഉണ്ടപ്പനായിട്ടാണ് നമ്മുടെ ആത്മാവ് ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ ഭൗതിക ജീവിതവും അതുപോലെ തന്നെയാകും. അപ്പോൾ എങ്ങനെയാണ് ആത്മാവിന് നല്ല ആരോഗ്യവും നല്ല വളർച്ചയും പുഷ്ടിമയും ഒക്കെ ഉള്ളതാക്കി തീർക്കാവുന്നത്? 3-4 കാര്യങ്ങളുണ്ട്. അത് ഒന്ന്, ദൈവത്തെ അങ്ങോട്ട് അകമഴിഞ്ഞ് സ്നേഹിക്കണം. നമ്മുടെ ആത്മാവ് നന്നാകാൻ തുടങ്ങും. 2, എല്ലാ പാപങ്ങളും അങ്ങോട്ട് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. കുമ്പസാരം എന്ന കൂദാശ നമ്മുടെ ആത്മാവ് ഇങ്ങനെ അങ്ങോട്ട് തഴച്ചു വളരാൻ തുടങ്ങും. 3, കുർബാന എന്ന കൂദാശ സ്ഥിരമായി നമ്മൾ സ്വീകരിക്കണം, പങ്കെടുത്ത് കുർബാന സ്വീകരിക്കണം. നമ്മുടെ ആത്മാവ് നന്നാകാനും വളരാനും ഉയരാനും തുടങ്ങും. 4, വചനം കൊണ്ട്, അതൊരു വളമാണെന്നങ്ങ് കരുതിക്കോ, ആത്മാവിൻ്റെ വളം. സമൃദ്ധമായ വിധത്തിൽ വചനം ആത്മാവിന് കൊടുക്കണം. നമ്മുടെ ആത്മാവ് മെലിഞ്ഞ അവസ്ഥയിൽ നിന്നും ക്ഷീണിച്ച അവസ്ഥയിൽ നിന്നും ബലൂൺ വീർപ്പിക്കുന്നത് പോലെ അങ്ങോട്ട് നന്നായി വീർത്ത് വരും. പിന്നെ വേണ്ടത് അടുത്തതായിട്ടാണ് മാതാവിനോട് നിരന്തരമായി അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ, ഏറ്റവും ചെറുതായിട്ട് ചുരുക്കിയ ഞാൻ പറയുന്നത്, നമ്മുടെ ആത്മാവ് നന്നാകാൻ തുടങ്ങും, വളരാൻ തുടങ്ങും. ഇതാണ് ആത്മാവിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ. അപ്പോൾ ഇതൊന്നും കൊടുക്കാതിരുന്നാലോ ആത്മാവ് ക്ഷീണിച്ച് 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 കാറ്റുപോയ ബലൂൺ പോലെയായിത്തീരും. നമ്മളിതൊക്കെ ഇങ്ങനെയുള്ള ആത്മീയ ഭക്ഷണങ്ങൾ കൊടുക്കുക. അതാണ് യോഹന്നാൻ സ്ലേഹ പറഞ്ഞത്, നിൻ്റെ ആത്മാവ് പൂർവ്വസ്ഥിതിയിലായിരിക്കുന്നത് പോലെ, നല്ല വളർച്ചയുള്ളതായിരിക്കുന്നത് പോലെ നിൻ്റെ ഭൗതിക ജീവിതം. ഇതൊക്കെ ശരിയായാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭൗതിക ജീവിതം ശരിയാകും, താനേ ശരിയാകും. എങ്ങനെയാ? നല്ലോണം പഠിക്കാൻ പറ്റും വിദ്യാർത്ഥിനികൾക്ക്. പഠിക്കുന്നത് ഓർമ്മ കിട്ടും, ഓർമ്മിക്കുന്ന എഴുതാൻ പറ്റും, നന്നായിട്ട് അങ്ങോട്ട് വളരാൻ പറ്റും. ഈ കോഴിക്കോട് സൈഡിൽ നിന്നാണ് ഒരമ്മ ഒരു ദിവസം വന്നിട്ട് വലിയ സങ്കടത്തോടെ പറയാം, 2 ആൺമക്കളാണ്, 2 പേരെയും കല്യാണം കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കിപ്പം 39 വയസ്സായി, വേറൊരാൾക്ക് അനുജന് 37 വയസ്സ്. കല്യാണം കഴിയുന്നില്ല. അതെന്തേ? പഠിപ്പില്ല, ഉവച്ച, ജോലിയില്ല, ഉവ്വ. നല്ല സ്വഭാവം വച്ച, ഒരു ദൂഷ്യവും ഇല്ല, ഒരു കുഴപ്പമില്ല, പക്ഷേ കല്യാണങ്ങൾ കഴിയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം എന്നൊക്കെ ഞാനും ആലോചിച്ചേ. എന്നിട്ടിങ്ങനെ ചോദിച്ചു, നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ടോ? അതില്ല, ഞാൻ ചൊല്ലാറുണ്ട്. ഞാൻ ചോദിച്ചത് ചേച്ചി ചൊല്ലാറുണ്ടോ എന്നല്ല, നിങ്ങൾ എന്ന് വെച്ചാൽ അപ്പൻ, അമ്മ, മക്കൾ. അതിന് അപ്പനിങ്ങനെ കുടിച്ച് തെറിയുടെ പോരും ആച്ച. അത് ശരി. അപ്പോൾ കൊന്ത ചൊല്ലാറുണ്ടോ? ഞാനിങ്ങനെ കൊന്ത ചൊല്ലാനായിട്ടൊക്കെ ഇരിക്കും, ഏറ്റുപോടിയെന്നും പറഞ്ഞ് തെറിയ. അതുകൊണ്ട് ഒരു 10 നന്മ നിറഞ്ഞു പറയും പോലും മുഴുമിപ്പിക്കാനായിട്ട് കെട്ടിയോൻ സമ്മതിക്കില്ല. അപ്പം മക്കൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുമോ? ഇങ്ങനെയുള്ളൊരപ്പനായതുകൊണ്ട് അവരും വരികയല്ലേ ചാ. അപ്പം ഞാൻ ചോദിച്ചു, പള്ളിയിൽ പോകാറുണ്ടോ? അവരങ്ങനെ പോകാറൊന്നുമില്ല. എന്നാലും ചേച്ചി പറഞ്ഞു, നല്ല മക്കളാട്ടോ എന്നിട്ട്. അതൊരു 10 പ്രാവശ്യം പറഞ്ഞു, നല്ല മക്കളാച്ചാ. അപ്പോൾ ചോദിച്ചു, അവർ കുടിക്കുമോ? അതിന് അവർ വരുമ്പോൾ രാത്രി 1 മണിയും 1:30 ആകും. ഇങ്ങനെ ചെറിയ മണമൊക്കെ തോന്നും, എന്നാലും അവർ നല്ല മക്കളാച്ചാ. ശരി, എന്തൊരു നല്ല മക്കളാ. അപ്പോൾ ചോദിച്ചു, അവരെങ്ങനെ അമ്മയോട് വർത്തമാനം പറയുന്നത്, സ്നേഹമൊക്കെ ആണോ? അതിന് ഞങ്ങളങ്ങനെ കാണാറില്ല ചാ.
അവർ 1 മണി 1:30 വരുന്നത്. പിന്നെ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഡ്രസ്സ് മാറി അവർ ജോലിക്ക് പോകും. എന്നാലും അവർ നല്ല മക്കളാച്ചാ. കല്യാണം നടക്കുമോ? ഞാൻ എന്നിട്ട് എനിക്കിങ്ങനെ ഈ ചില നേരത്തല്ല നമുക്കിങ്ങനെ ആത്മാർത്ഥത ഇല്ലാതെ വെറുതെ സുഖിപ്പിച്ച് വിടാൻ ഭയങ്കര മനപ്രയാസമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, അവരെ 2 പേരെയും കെട്ടിക്കണ്ട. എന്തേ? 2 പെൺപിള്ളേരെ ജീവിതം വെറുതെ കളയണ്ട. അതുകൊണ്ട് അവരാദ്യം മദ്യപാനം നിർത്തട്ടെ, ആദ്യം പുകവലി നിർത്തട്ടെ, കൃത്യസമയത്ത് വീട്ടിൽ വരാൻ പഠിക്കട്ടെ, നന്നായിട്ട് കുമ്പസാരിച്ച് കുർബാനയൊക്കെ സേവിച്ച് കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിലുള്ള 4 പേരും പങ്കെടുത്ത് അങ്ങനെയൊക്കെയായി എല്ലാം ശരിയായതിന് ശേഷം അവരുടെ കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. പക്ഷെ അമ്മ നല്ല സ്മാർട്ട് ഗേൾ എന്ന് പറയുന്ന പോലെ സ്മാർട്ട് അമ്മയാണ്. അമ്മ പറഞ്ഞു, അവരെ കെട്ടിച്ചാൽ അവരും നന്നായിക്കോളൂ അച്ഛാ. എന്നാ പറയും? ഞാൻ ചോദിച്ചു, ഓക്കെ, കെട്ടിച്ചാൽ നന്നാകും, സമ്മതിച്ചു. അങ്ങനെ മദ്യപിച്ചും പുകവലിച്ചും വീട്ടിൽ കയറാതെ നടന്നിട്ട് കല്യാണം കഴിഞ്ഞ് നന്നായിട്ടുള്ള 2 പേരുടെ പേര് പറയാൻ പറഞ്ഞു. ഒരാളുടെ പേരും പറയല. ഒരാൾ പോലും ഇല്ല. കെട്ടിയതിൻ്റെ പേരിൽ നന്നായത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണെങ്കിൽ ഭൗതിക ജീവിതം വെച്ചടി കയറും. അപ്പം ആദ്യം നമ്മൾ ഒന്നാമത്തെ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആത്മീയ ജീവിതത്തിന് ആത്മാവൊന്നും നന്നായി പച്ചപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുള്ള വഴിയാണ് യോഹന്നാൻ ശ്ലീഹ വെറുതെ ഒന്നുമല്ല പറഞ്ഞ്, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്ന പോലെ തന്നെ നിൻ്റെ ഭൗതിക ജീവിതവും ക്ഷേമസ്ഥിതിയിലാകും. അല്ലാതെ നീ ആത്മീയ കാര്യങ്ങൾ മാത്രം ജീവിച്ചാൽ മതി, ഇങ്ങനെ മെലിഞ്ഞോട്ടെ, ക്ഷീണിച്ചോട്ടെ, കടഭാരം ഉണ്ടായിക്കോട്ടെ, രോഗമായിക്കോട്ടെ, തകർന്നോട്ടെ എന്നൊന്നുമല്ല യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്. നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ നിൻ്റെ ഭൗതിക ജീവിതവും ഭൗതികാവസ്ഥയും അതുപോലെ വളരും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ആദ്യം ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ, ഭൗതിക ജീവിതം ശ്രദ്ധിക്കാതെ തന്നെ അങ്ങോട്ട് വളരും. നമ്മുടെ ചുറ്റുവട്ടം എന്തുമാത്രം ഉദാഹരണങ്ങളാണ്, എന്തുമാത്രം ആളുകളാണ് കൃത്യമായി കുമ്പസാരിക്കുന്നു, കൃത്യമായി കുർബാനയിൽ പങ്കെടുക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, വചനം സ്വീകരിക്കുന്നു, ആരാധന മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കുന്നു. എനിക്ക് ഒത്തിരിയേറെ അഭിമാനം തോന്നാറുണ്ട്. ഈ ആരാധന ആരംഭിച്ച അന്ന് തൊട്ട് എന്തുമാത്രം ഈ യുവതീവാക്കളാണ് ഈ ആരാധനയിൽ ഈ ചാപ്പൽ വന്നിരുന്നായിരുന്നത്. എന്തുമാത്രം മക്കളാണ് ഇവിടെ 21 ദിവസം എന്ന നിലയ്ക്ക് ഇവിടെ കൊന്ത ചൊല്ലി ശുശ്രൂഷ ചെയ്തത്. 98% പേരും. ഇപ്പം നോക്കിയേ, അധികം യുവതീവാക്കൾ ഇവിടെയുണ്ടോ? എല്ലാവരും വിദേശങ്ങളിലാണ്. ഒന്നെങ്കിൽ വിദേശങ്ങളിൽ, അത് സ്വദേശത്ത്. ഏതൊക്കെ നിയോഗത്തോടെ ദിവികാനത്തിന് മുന്നിലേക്ക് വന്നോ അതൊക്കെ നിറവേറ്റിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. അപ്പോൾ ആദ്യം അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി പുഷ്ടിപ്പെടുത്തി ഭൗതിക ജീവിതം താനെ ശരിയായി. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമതായി നമ്മുടെ ആത്മാവിനെ ക്ഷേമസ്ഥിതിയിലാക്കണം. ഉടനെ തന്നെ ഭൗതിക ജീവിതം വളരാനും ഉയരാനും തുടങ്ങും.